കല്യാണത്തിന് വന്നാ ഓഡിറ്റോറിയം അറിയൂല, അങ്ങനെ നടക്കുക. കുറേ നേരമായി നടക്കലടങ്ങിയിട്ട് കേട്ടോ, കുറേ ആയി. ഇതുവരെ ഓഡിറ്റോറിയം കിട്ടിയില്ല. വിളിച്ചപ്പോൾ അച്ചുലാക്കാരനെ ക്യാമറ കഴിഞ്ഞ് തൊട്ടപ്പുറം, ക്യാമറ കഴിഞ്ഞിട്ട് ഇപ്പോൾ 1 കിലോമീറ്റർ നമ്മൾ വന്ന്. ഇപ്പം തമിഴ്നാടെത്തും, ശരിക്കും വഴി തെറ്റിക്കുന്നതാണ് എൻ്റെ സംശയം. വരെയാണ് കേട്ടോ. റൈറ്റ് സൈഡ് വടുവഞ്ചാലി, പിന്നെ റൈറ്റ് സൈഡ് ആ ക്യാമറ കഴിഞ്ഞു തന്നെയില്ലേ. വടുവഞ്ചാലായി എൻ്റെ അമ്മച്ചിനെ വിളി. വടുവഞ്ചാലി ക്യാമറ ഉണ്ട്, ഇത് മറ്റേ ക്യാമറ അല്ലേ? ക്യാമറ അല്ല, ക്യാമറ എന്നൊന്നും പറഞ്ഞില്ലല്ലോ. ഇല്ല, നമ്മള് തമിഴ്നാടെത്തി. ഞാൻ ഇമ്മച്ചിനെ വിളിച്ചിട്ട് വരാം. ഓക്കെ ബൈ. ഇനി ആനൊക്കെ ഉണ്ടാവും കേട്ടോ. ഇനി അങ്ങോട്ട് പോവല്ലേ, നിർത്ത്. എന്നാ വിളിച്ചിട്ട് കാണാം. ബൈ. എത്ര കിലോമീറ്റർ ആണ്? വിളിച്ചപ്പോഴാണ് മനസ്സിലായത് നമ്മൾ പോണ റൂട്ടേ തെറ്റാണ്. നമ്മൾ വിചാരിച്ച ചെറിയ എവിടെയെങ്കിലൊക്കെ ചെറിയൊരു മിസ്റ്റേക്ക് ഉണ്ടാവുള്ളൂ എന്നാ വിചാരിച്ചത്. പക്ഷെ അങ്ങനല്ല, ഇത് റൂട്ടേ തെറ്റി. 1 കിലോമീറ്റർ മാറിയിട്ടുണ്ട് തന്നെ മാറിയിക്കണേ. അവിടെ അങ്ങനെ സ്ഥലത്തെത്തി. ഫൈനലി നമ്മൾ ഓഡിറ്റോറിയം കണ്ട്. ഇതാണ് ഓഡിറ്റോറിയം. ബാക്കി അവിടുത്തെ ഒന്ന് മെച്ചൂർഡാവാൻ വേണ്ടിയിട്ടേ ഇതൊന്ന് പിടിക്കുക, ഇന്നൊന്ന് കാണിക്കുക. ഒന്ന് മെച്ചൂർഡാവാൻ കുറച്ച് മുണ്ടൊക്കെ എടുത്ത് ഇനിയിപ്പോൾ ഏതെങ്കിലും പെണ്ണിനെ കിട്ടിയാലോ, മെച്ചൂർഡായ കൊണ്ട് അല്ലേ. അപ്പോൾ മുണ്ടൊക്കെ എടുത്തിട്ടാണ് കയറി എന്തെങ്കിലുമൊക്കെ ആവേക്കും. ഇവനിക്കൊന്നും കല്യാണേ ഇല്ല. 6 മണിക്ക് വന്നിരുന്നു. ഞങ്ങള് ആരില്ല, മടിയായിട്ട് നിൽക്കുക. ഞാൻ വന്ന് കേറിയപ്പോ തന്നെ പണ്ടാറ ഇത് പിടിക്കാൻ ജിമ്പിളോ ലേറ്റോ പിടിച്ചു പോവാ. ചെക്കട്ടെ പറയാം കഴിഞ്ഞു. ആൾകുട്ടി കൊടുത്തു. ഒളിഞ്ഞ് കയറിനേട്ടി ഇന്നത്തെ കല്യാണം ഇതിലിപ്പോ വേറെ വിഷയമുണ്ട്. ഇപ്പൊ ചെക്കന്റെ വീട്ടുകാരാ ഞാൻ, പെണ്ണിന്റെ വീട്ടുകാരാന്ന് ഇവിടെ മനസ്സിലാവണില്ല. കുറേ ആൾക്കാർ ഇതേ ഡ്രസ്സിൽ ഇറങ്ങിയിട്ടുണ്ട്. ഓര് ഇനി നോക്കണ്ട്, ഞാൻ ഓരി നോക്കണ്ട്. കറുപ്പ് പൊളി എന്ന് പറഞ്ഞ് ആ എടുത്ത കിട്ട് വെള്ളങ്ങിക്കണേ. വണ്ടി ഇങ്ങനെ കൊടുത്തിട്ട് നേരെ ബൈക്ക് ഇങ്ങനെ ഓരോ വീട്ടിൽ കൊണ്ട് അടിച്ചപ്പോണ്ട് ഒരു മിന്നാമിനിങ് മൊത്തം മേത്ത് നല്ല തിളങ്ങിക്കണല്ല കേറി നേരെ വേറെ ഇട്ടാന്നിട്ട് ഇങ്ങനെയാണെങ്കിൽ ഇനി ഇവന് ആ ഫോട്ടോ എടുക്കാനും കൂടി ഒന്നാണ് കേട്ടോ. വൃത്തിയായി ഓരോ കൂടെ പെണ്ണിന്റെ വീട്ടുകാർ ഡ്രസ് ഇട്ട 7 ആൾക്കാരെ കണ്ടു. അതുവരെ കാറിൽ ഒളിച്ചിരിക്കും, ഡ്രസ് ഇട്ടിട്ട് ഫോട്ടോ എടുക്കാൻ കയറും. അപ്പൊ പുറത്തു കൂടെ പതുക്കെ കയറ്റിവിടെ പോക്കറ്റ് കഴിഞ്ഞിട്ട് നോക്കണ്ടേ. മനസ്സിലായിട്ടില്ല നമ്മക്കറിയാത്തൊരാളെ ചോറ് ശവലിട്ട് ഒറ്റ കുത്തേക്ക് നോക്കുമ്പോ മൊത്തം പാത്രത്തിലുള്ള മൊത്തം എന്റെ ഇതില് 2 വരുന്നതാ. ഫുഡ് കഴിച്ചില്ല. നമുക്ക് ഒരു ട്രിപ്പും കൂടി ഇരിക്കാം. അതൊക്കെ എന്ത് ചോദ്യന്നില്ലേ. കല്യാണ ചക്കനെ നേരിട്ടുണ്ടോ എപ്പോ ഫോട്ടോയിലാണ്ട് ഈ കല്യാണ ചക്കനെ നേരിട്ടുണ്ടോ? ഈ കണ്ടുകണോ? ജിലേബി അയച്ചില്ലേ? ഈ കണ്ടുകണോ? ഓപ്പോസിറ്റീവ്
ഞങ്ങള് കളിക്കൂട്ടുകാരാ. ഓ നെഗറ്റീവ് അല്ലേ? ഏതാണ് ഓ നെഗറ്റീവ്? ഈ കണ്ടിട്ട് കൂടി എന്താ പേരെന്ന് പറയും? അജ്മൽ അജ്മൽ അജ്മലാക്കാന്റെ ഏട്ടൻ. എനിക്ക് ചെക്കന്റെ പേര് പാട്ടി പറഞ്ഞേ ചെറുപ്പത്തിൽ സജ്മലാക്കാന്ന് നമ്മള് പറയുന്നത്. അല്ല ഈ പറയും കല്യാണിച്ചൊക്കെ ഇന്നലെ ഇവിടെ കളിക്കാം. പേര് പറയും. പേര് കല്യാണിച്ചൊക്കെ. എടാ പേര് വിളിക്കാൻ പാടില്ല. ഇന്നത്തെ ദിവസം ബഹുമാനിക്കണം. ഇന്നത്തെ ദിവസം എന്താ? കല്യാണ ചെക്കന്ന് വിളിക്കാത്ത ഉളുപ്പില്ലാത്ത വയസ്സിന് മൂത്ത ആൾക്കാരെ പേര് വിളിക്കാൻ പാടില്ല. അതാണ് നമ്മൾ പഠിച്ചങ്ങനെ. അതല്ല പ്രശ്നം. അതല്ല എനിക്ക് രണ്ടാക്കും ചെക്കന്മാരെ പേരറിയില്ല, ചെക്കന്റെ പേരറിയില്ല. ചെക്കന്റെ പേരറിയില്ലെങ്കിൽ എന്താ? ചെക്കന്റെ കൂടെ ഇരുന്നിട്ടാണ് കഴിക്കണേ. തൊട്ടപ്പുറം ചെക്കന്റെ ആൾക്കാര്. ഓ ലൈഫിലെ ഇത് അല്ല കുറച്ചിട്ടായി കുറച്ച്. ആ മതി 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 മതി. ഒന്നും കാട്ടിയില്ല. അത് വരാണ്ട് ഞാൻ തിന്നൂല. ഇങ്ങോട്ട് ചെക്കിയില് അല്ല സ്വപ്നാവേ ചോറിന്റെ കൂടെ കൂട്ടി പിടിക്കാനാണ്. രണ്ടാമത്തെ തട്ടാണ്. ഓളിങ്ങിനൊരു കുറവില്ല. ബീഫ് ഒലത്തിയത്, ബീഫ് ഒലത്തിയത്, ചിക്കൻ കൊണ്ടാട്ടം, ബീഫ് ബിരിയാണി, മട്ടൻ, പൊറാട്ട. ഡേറ്റിലേക്കൂലേ? അഞ്ചാമത്തെ ഒട്ടട ഒരു ഉളുപ്പില്ലാണ്ട് എന്ത് തീറ്റടാ അത്. ഇതാണ് കണ്ടോളിട്ടോ. ഞാൻ പറയുന്നത് വ്ളോഗില് പോയി ഇടക്ക് സിംഗിളാ പറയാൻ. ക്യാമറ വരുമ്പോ ഇങ്ങനെ ക്യാമറ ഓഫ് ആയി കഴിഞ്ഞാൽ ഇത് 5 6 മെമ്മറീസ്. അത് വേറെ എവിടെയും പോകില്ല. ഊക്കാനെങ്കിലും പുറത്ത് കിടേണ്ടത് നല്ലൊരു രസമുണ്ട്. മട്ടുണ്ടോന്ന് ഇതൊന്ന് വയറ് പാടൊക്കെ എടുത്തൊന്നുമില്ല. ഫസ്റ്റ് ഇട്ട് തന്നെ കഴിയണില്ല. ഓൻ അവിടുന്ന് അറിഞ്ഞിരിക്കണ മട്ടുള്ള കാര്യം. എന്നിട്ട് ഇവിടെ വന്നിട്ട് മട്ടുണ്ടോ മട്ടനോ ഇതാ പോണ് അവിടെ ഇന്ന് മനുഷ്യട്ടോ അത് പെണ്ണിന്റെ അതില് പകരം ചക്കന്റെ അവിടെയും തിളങ്ങുക ഇവിടെയും തിളങ്ങുക മൊത്തത്തിലൊരു തിളക്കം. അതെ വെറൈറ്റി അടിച്ച് എല്ലാരും ഊക്കുക. ഊക്കല് ചക്കന്റെ ഏട്ടൻ കഴിക്കുന്നത്. ഇതിനൊരു ലിമിറ്റ് ഉണ്ട് ഗ്യാസ്. ഇവിടെ ആ പേപ്പറിൽ ഒരു വരട്ടിച്ചോ വെട്ടിടൂല മത്സരമായി. ഇത് മറ്റേ പഴയ ഒരു സിനിമ എടുക്കണങ്ങള്, തമിഴ് സിനിമ. ഇടക്കോന്റെ മോത്തിക്കൊന്ന് നോക്കിക്കാളും നമ്മളെ അജ്മലാക്ക് വിളിച്ചു.
നിങ്ങളെ പേര് എനിക്ക് അറിയില്ല കേട്ടോ. അല്ലല്ലോ അല്ലല്ല പാവ മനുഷ്യട്ടോ ചിരിക്കണോ. അതോ സെയിം സാധനം. പേടിക്കണ്ട, ഇവനും പിന്നെ ഇവന്റെ 3 ഫേക്ക് അക്കൗണ്ട് അല്ലാതെ വേറെ ആരും പത്ത് തരം ചായ ഉണ്ട് പറഞ്ഞിട്ട് 10 തരം ചായ ഉണ്ട് പറഞ്ഞിട്ട് 10 ട്രൈ ചെയ്യണം. ഫുഡ് അടി ആയിരിക്കണി. ഇനി അതാണ് ലക്ഷ്യം. സത്യം ഓല പറഞ്ഞ 10 തരം ഉണ്ട്. ഓ ആരുമില്ല. അപ്പൊ ശരി, ഞാൻ അത് കാണാം. നാസറത്ത് ഇങ്ങനെ വരുന്ന കാരണം എന്താ? നാസർ എങ്ങനെ വരാനുള്ള കാരണം എന്താ? നാസർ പാട്ടോടെ മടിച്ചു നോക്കി പാട്ട് നാസറേ. മൈക്കല്ല, അപ്പൊ ഈ ഇവിടുന്ന് തന്നെ പറയണോ? ഞാനല്ല, ഞാൻ അങ്ങോട്ട് വരും എടുത്തേക്ക്. ഓക്കെ, ഇത് കിട്ടില്ലേ? വണ്ടേ പെണ്ണിട്ടില്ലടാ എനിക്കൊന്നും. അപ്പോൾ നമ്മൾ 10 തരം ചായ ഉണ്ട് പറഞ്ഞിട്ട് വന്നതാണ്. നോക്കി നോക്കാം ചായ ഉണ്ടോ ഇല്ലയോ നോക്കി നോക്കാം. 10 തരം ചായ. മിന്റ് ഉണ്ട്. എനിക്ക് പൈനാപ്പിൾ പൈനാപ്പിൾ എങ്ങനെയാണ് അവസ്ഥ? കിട്ടു ചായ, പൈനാപ്പിൾ ചായ സൂപ്പർ. മസ്റ്റ് ട്രൈ. എന്ത് പൈനാപ്പിൾ ചായ, പൈനാപ്പിൾ ചായ, മിന്റ് ചായ. ഇത് പച്ചവെള്ളം മാറിക്കണ്ടല്ലോ. ബട്ട് ഇതിന്റെ സീക്രറ്റ് വേറെ സീനാണ്. പറയാൻ വാക്കുകളില്ല. മസ്റ്റായിട്ട് ട്രൈ ചെയ്യരുത്. ഞാന് മിന്റ് പൈനാപ്പിളൊക്കെ വാറ്റി മാറിക്കണ്ട്. ഈ കല്യാണത്തിന്റെ ഒരു പ്രത്യേകത വെച്ചാല് ഇതിൽ നിൽക്കുന്ന പകുതി ആൾക്കാർക്കും ചെക്കന്റെ പേരറിയില്ല. ആ പോസ്റ്റർ കണ്ടിട്ടല്ലേ ഇവൽക്കും അറിയാം, ഓനിക്കും അറിയാം. കാരണം പിന്നെ ഇതാ ഇവൽക്കും അറിയാം, ബാക്കിയുള്ള ആർക്കും അറിയൂല. എന്നിട്ടു അജ്മലാക്കന്റെ അനിയൻ സുജുമലി എന്തൊക്കെയാന്ന് പറയില്ലേ. അങ്ങനെ എന്നിട്ട് ഒരു ഉളുപ്പില്ലാണ്ട് കല്യാണ ചെക്കൻ വരെ സ്റ്റേജിലിട്ട് തൂക്കി. സ്റ്റേജിൽ നിന്ന് കളിയാക്കി. കാറ്ററിംഗേരം പറഞ്ഞ കേട്ടോ മോനെ ഒന്ന് എണീക്കു വേറെ കുറെ ഉളുപ്പ് വേണടാ, ഉളുപ്പ്. യാസറേ ആളിതാ പ്രശ്നം എന്താ ക്യാമറ ഇങ്ങനെയാണ്. അപ്പോ ഇന്നൊക്കെ ഇത്രയേ ഉള്ളൂ. കണ്ടോളി, നല്ലൊരു കണ്ടന്റ് ആണ് എന്ന് ഞാൻ പ്രതീക്ഷിക്കണേ. കാരണം നാസർ നല്ല തൊലിഞ്ഞിക്കണ്. അപ്പോൾ കണ്ടോളി, എന്നിട്ട് ലൈക്ക് അടിക്കുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക, കിണിങ്ങിടി അമർത്തുക. പിന്നെന്താ വെച്ചാല് അടുത്ത നല്ലൊരു വീഡിയോസ് പെട്ടെന്ന് വരാം.